ഇതാരത് നമ്മുടെ കാത്തുട്ടി. ഹായ് പറ, ഹായ് പറ, ഹായ് പറ, ഹായ്. കൊടുക്കും ഫ്ലൈങ്. നമ്മുടെ യൂട്യൂബിലെ ബിഗ് ഫാനാണ് കാത്തു. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ശ്രീകൃഷ്ണ ജയന്തി വ്ളോഗായിട്ടാണ്. ഇപ്പം നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്, ഘോഷയാത്രയൊക്കെ ഉണ്ട്. അപ്പം അതിന് വേണ്ടി എല്ലാവരും അമ്പലത്തിൽ വന്ന് നമ്മൾ അവിൽ നനച്ച് കൊടുക്കും എല്ലാവർക്കും. കുറേ ആൾക്കാരില്ലേ, അപ്പോൾ അതിനാണ് ഈ തേങ്ങയൊക്കെ കൊത്തി ഇതാക്കുന്നത്, റെഡിയാക്കുന്നത്. അതിൻ്റെ ചെറിയ പ്രിപ്പറേഷന് വേണ്ടി വന്നതാണ്. ഇവർ തേങ്ങ കൊത്തി റെഡിയാക്കും, ഞങ്ങളതിൻ്റെ തേങ്ങ വെള്ളവും തേങ്ങാക്കൊത്തൊക്കെ എടുത്ത് വെറുതെ കഴിച്ചുകൊണ്ടിരിക്കും. ഇതാണ് നമ്മളപ്പോൾ ടൗണിലേക്കാണ് ഘോഷയാത്ര പോകുന്നത്. അപ്പം എടത്തന എന്ന് പറയുന്ന അമ്പലത്തിൽ നിന്നാണ് ഇങ്ങോട്ട് ഘോഷയാത്ര വരിക. അപ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നനയ്ക്കാൻ നമ്മൾ വന്നത്. അങ്ങനെ നമ്മൾ വാഴയില വെട്ടാൻ പോവാണ് ഗൈസ്. നമ്മൾ ഇല വെട്ടാൻ പോവാണ് ഗൈസ്. സജല ചേച്ചിൻ്റെ അമ്മയുണ്ട്, ലേഖമ്മയുണ്ട്, ജാനിയമ്മയുണ്ട്, കാത്തുണ്ട്. നമ്മൾ വാഴയില വെട്ടുന്ന യാത്രയിലാണ് അല്ലേ കാത്തു? നമ്മളവിടെ പോവാ വാഴയില വെട്ടാൻ. അങ്ങനെ അവർ വാഴയില വെട്ടാൻ പോയി ഗൈസ്. ഞങ്ങളങ്ങനെ റോട്ടിന് ഞാനും കാത്തും അവിടെ നിന്നു. ഭയങ്കര കാടല്ലേ, അപ്പോൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ നിന്നു. അപ്പോൾ എടത്തന അമ്പലത്തിൽ നിന്ന് നമ്മുടെ അമ്പലത്തിലേക്ക് വരും. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അവിടെ നിന്ന് ഒരുമിച്ച് വാളാട് അമ്പലത്തിലേക്ക് പോവാണ് ചെയ്യുക. അപ്പം ഞങ്ങളിങ്ങനെ വെയിലത്തിങ്ങനെ നിൽക്കുകയാണ് ഗൈസ്. നമ്മളപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആനീൻ്റെ വീട്ടിലേക്ക് പോയി. ഇവർ വാഴയിലൊക്കെ വെട്ടിയിട്ട് നേരത്തെ അങ്ങോട്ട് ചെന്നായിരുന്നു. അത്യാവശ്യം നല്ല പരിപാടിയാണ് നമ്മുടെ അവിടെ. കുറേ കുഞ്ഞു കുഞ്ഞു മക്കൾ കൃഷ്ണന്മാരൊക്കെ ആയിട്ട് നല്ല രസമാണ്. അപ്പം ഞങ്ങളുടെ അമ്പലത്തിൽ നിന്ന് 2 കുഞ്ഞു കൃഷ്ണന്മാരാണുള്ളത്. ഞങ്ങളുടെ സ്വന്തം ഷാനൂട്ടനും പാറുട്ടിയാണുള്ളത്. പിന്നെ ബാക്കി നമ്മളെല്ലാം റാലീൻ്റെ കൂടെ വെറുതെ നടക്കും. അപ്പം നമ്മൾ അവിൽ കുഴക്കൽ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. പഴവും അവിലൊക്കെ വെച്ചിട്ടുണ്ട്. പഴം നമ്മൾ അരിയുന്നതിലും കൂടുതൽ കഴിക്കുക ചെയ്യുന്നത്. കണ്ടോ, അമ്മേൻ്റെ വായിലേക്കാണ് കൂടുതലും പോകുന്നത്. അപ്പം ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുക. ശർക്കര ഇതാക്കുന്നുണ്ട്, പഴം നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരിതൊക്കെ കുഴച്ച് റെഡിയാക്കാൻ നിൽക്കുമ്പോഴത്തേനും ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്, നമ്മുടെ കുടുംബക്കാരെല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ പണികളൊക്കെ എടുക്കുകയാണ്. അമ്പലത്തിൽ വിളക്കത്തിക്കാൻ വേണ്ടി ചിരാത് എണ്ണയൊക്കെ ഇട്ട് തിരിയൊക്കെ ഇട്ട് വെക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും വൈകുന്നേരം വന്ന് റെഡിയായിട്ട് ഇതൊക്കെ കത്തിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇവരിങ്ങനെ ഓരോ കഥയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ യൂട്യൂബിൽ കാണിക്കണേ എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ പണിയെടുക്കുന്ന യൂട്യൂബിൽ കാണിക്കണേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എല്ലാവരും കുറേ വീഡിയോ എടുത്ത് വെച്ചിട്ട് എല്ലാവർക്കും പരാതിയാണ്. അവരെ മാത്രം കാണിച്ചാൽ പോരാ, ഞങ്ങളെയും കാണിക്കണം. അപ്പോൾ ആർക്കും ഒരു പരാതി ഇല്ലാത്ത രീതിയിൽ ഞാൻ എല്ലാവരെയും കാണിക്കുന്നുണ്ട്. നമ്മൾ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴാണ് ഘോഷയാത്ര തുടങ്ങുക. അപ്പോൾ നമ്മളൊരു 3:30 ആകുമ്പോഴത്തേനും റെഡിയായി എല്ലാവരും അമ്പലത്തിലേക്ക് വന്ന് റെഡിയായിട്ട് ഘോഷയാത്രേൻ്റെ കൂടെ പോവുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലത്തിലെ കൃഷ്ണന്മാർ, നമ്മുടെ ഷാനൂട്ടനും പാറൂട്ടിയും. അമ്പലത്തിലെ കൃഷ്ണനുണ്ട്. കൃഷ്ണന്മാരെ ഫോട്ടോഷൂട്ടാണ് ഇവിടെ നടക്കുന്നത്. ഷാനു ഒരേ പോസാ. അതെ, യെസ്. ഇതാണ് നമ്മുടെ സ്വന്തം കുട്ടു, അതാണ് നമ്മുടെ സ്വന്തം മിന്നു, ഇതാണ് നമ്മുടെ സ്വന്തം അമ്പാടി. അവിടെ പോയി കാത്തു. അപ്പോൾ നമ്മളെല്ലാവരും റെഡിയായി അമ്പലത്തിലേക്ക് വന്നു. എല്ലാവരും സെറ്റും മുണ്ടൊക്കെ കൊടുത്ത് നല്ല സുന്ദരന്മാരായിട്ട് എല്ലാവരും ഒരുങ്ങി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എടത്തന അമ്പലത്തിൽ നിന്ന് അവരെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മളിനി വിളക്ക് കത്തിക്കണം, ആ പരിപാടിയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ എല്ലാവരും ഇങ്ങനെ കാണിക്കും. എല്ലാവർക്കും പരാതിയാണ്, ഞങ്ങളെ കാണിക്കണേ. അപ്പോൾ ഞങ്ങൾ ചെറിയ ഫോട്ടോ സെക്ഷനിലേക്ക് കടന്നു. ഇതാണ് നമ്മുടെ കുറച്ച് പേരേ ഉള്ളൂ, ഇനിയും കുറച്ച് പേരുണ്ട്. ഇപ്പോൾ ഇത്രയും പേരാണ് റാലിക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നത്. അപ്പം ഞാൻ അവിടെ ജസ്റ്റ് ഫോട്ടോയൊക്കെ എടുത്തു. ഞാനും എൻ്റെ അമ്മയും വീട്ടിൽ നിന്ന് ഞങ്ങൾ ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. ഞങ്ങൾ കൃഷ്ണനെയൊക്കെ വെച്ച് ചെറിയ 2-3 ഫോട്ടോ ഒക്കെ എടുത്ത്. എങ്ങനെയുണ്ട് ഗൈസ്, രസമല്ലേ? എന്നെ എൻ്റെ അമ്മേനെയും കാണാൻ ഒരേപോലെ ഉണ്ടെന്ന് കുറേ പേര് പറയാറുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും, ഒരേപോലെ തോന്നുന്നുണ്ടോ എന്നെ എൻ്റെ അമ്മേനെയും. അങ്ങനെ ഞങ്ങൾ ഫോട്ടോഷൂട്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് മൊത്തം ഇത് നമ്മുടെ കാത്തൂട്ടിയാണ്. കാത്തൂട്ടി നല്ല സുന്ദരിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും യൂട്യൂബിൽ അവരെ മാത്രം ഇട്ടാൽ പോരാ, ഞങ്ങളെ ഇടണം എന്നൊക്കെ പരാതി പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എല്ലാവരും യൂട്യൂബിലിട്ടെന്ന് പറഞ്ഞ് കുറേ ഫോട്ടോയൊക്കെ എടുത്തു കൊടുത്തിന്. ഇനി ഇതൊന്നും ഇട്ടില്ലെങ്കിൽ എന്നെ എല്ലാവരും പിടിക്കും. എൻ്റെ അമ്മേൻ്റെ സ്വന്തം ചങ്കാണ് ഞങ്ങളുടെ സജില ചേച്ചി. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിങ്ങനെ അവരെ കാത്തു നിൽക്കുകയാണ്. അവർ 4 മണിക്ക് വരുന്നു പറഞ്ഞ് കുറേ നേരം ലേറ്റായി. അപ്പോൾ നമ്മൾ വിളക്കൊക്കെ കത്തിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൃഷ്ണന് പരാതിയായിരുന്നു, ലിപ്സ്റ്റിക്ക് പോയി എന്ന് പറഞ്ഞ് വെറുതെ കരയാണ്. അപ്പോഴത്തേനും അവർ വന്നു.
എടുക്കാനേ അങ്ങനെ നമ്മൾ ഒരുമിച്ച് വാളാട് അമ്പലത്തിലേക്ക് പോവാണ്. അപ്പോൾ അവർ ഇത്രയും ദൂരം നടന്നു വന്നില്ല. അപ്പോൾ നമ്മളവിടെ നിന്ന് നാരങ്ങ വെള്ളവും അവിൽ നനച്ചതൊക്കെ എല്ലാവർക്കും കൊടുക്കുകയാണ്. കുറേ കുട്ടി കുട്ടി കൃഷ്ണന്മാരുണ്ട് ഗൈസ്, നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ നമ്മൾ ഇവരുടെ കൂടെ ഇനി വാളാടേക്ക് പോവും. കുറേ ആൾക്കാരുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു, നല്ല അടിപൊളി പരിപാടിയായിരുന്നു. അങ്ങനെ എല്ലാവർക്കും വെള്ളമൊക്കെ കൊടുത്ത് നമ്മളിങ്ങനെ പോവാണ്. ഗൈസ് ഇതാണ് കരടി. ഇതിനെനിക്ക് ചെറുപ്പത്തിൽ ഭയങ്കര പേടിയായിരുന്നു. നോക്കി ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഒരു പേടിയില്ല. ഇതിനെ കാണുമ്പോഴത്തേന് ഞാൻ ഓടുമായിരുന്നു. ഇത് നമ്മുടെ ഇവിടെ ഉത്സവം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ കരടി വരും, നേർച്ച വാങ്ങാൻ വരുന്നതാണ്. ഉത്സവത്തിനും ഇങ്ങനെ ശ്രീകൃഷ്ണ ജയന്തി അങ്ങനത്തെ പരിപാടിക്കൊക്കെ വരും. റാലീൻ്റെ കൂടെ കൂടി ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ വാളാടേക്ക് നടന്നു പോവാം. ചെറിയ സൗണ്ട് ബോക്സൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ പാട്ടൊക്കെ വെച്ച്. നമ്മൾ പിന്നെ പാട്ട് കേട്ടാൽ നമ്മൾ കുടുംബപരമായിട്ട് എല്ലാവരും കലാകാരന്മാരായതുകൊണ്ട് ചെറിയ സ്റ്റെപ്പൊക്കെ എല്ലാവരും ഇടും. നമ്മൾ ഒരേ വൈബ് ഫാമിലിയാണ്. നമ്മൾ ചെറിയ സ്റ്റെപ്പൊക്കെ ഇട്ട് ടൗണിലേക്ക് എത്താനായി. അപ്പത്തിന് ഇവിടെ എല്ലാവരും ഒരേ വൈബ് ഡാൻസിലായിരുന്നു. എനിക്ക് പിന്നെ എൻ്റെ വൈബിലുള്ള ആൾക്കാരില്ലാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് മടിയായിരുന്നു ഗൈസ്. എൻ്റെ അച്ഛനൊക്കെ ഉണ്ടല്ലേ, ആ വെള്ള ഷർട്ട് ഡാൻസ് കളിച്ചാണ് എൻ്റെ അച്ഛൻ. അങ്ങനെ നമ്മൾ ടൗണിലേക്ക് എത്തിയപ്പോൾ ടൗണിൽ നമ്മുടെ അവിടെ ഘോഷയാത്ര നമ്മുടെ അവിടുത്തെ പിള്ളേരെ കുറച്ച് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അവർ നല്ല അടിപൊളിയായിട്ട് കളിച്ചു, നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു ടൗണിൽ. വേറെ 2 സ്ഥലത്തെ ഘോഷയാത്രയും കൂടി ഉണ്ടായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ചാണ് നമ്മുടെ മെയിനായിട്ടുള്ള അമ്പലത്തിലേക്ക് പോവുക, വാളാട് അമ്പലത്തിലേക്ക്. പിള്ളേരുടെ ഡാൻസാണ് നടക്കുന്നത്, നല്ല അടിപൊളി ഡാൻസായിരുന്നു. പിന്നെ ഈ പാട്ടൊക്കെ കേട്ട് ഡാൻസ് കളിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ വൈബിന് പറ്റിയ ആരും ഇല്ലായിരുന്നു ഗൈസ്. അതുകൊണ്ട് ഞാനൊന്ന് മടിച്ച്. എൻ്റെ അച്ഛനൊക്കെ ഒരേ ഡാൻസിലായിരുന്നു. ഇങ്ങനെ നമ്മൾ അമ്പലത്തിന് അങ്ങോട്ട് എത്താനായി. ഇത് നമ്മുടെ അമ്പലത്തിലെ വലിയ പാലാണ്. ഞങ്ങളങ്ങനെ അമ്പലത്തിൽ നിന്നും ചെറിയ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കുറേ ആൾക്കാരെ. ഞങ്ങളിങ്ങനെ അമ്പലത്തിലേക്ക് എത്തി. അപ്പോൾ ഉറിയടീൻ്റെ പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ നിൽക്കുക. കുറേ കൃഷ്ണന്മാരില്ല, അവർ
അങ്ങനെ റേഡിയോ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്രസാദം വാങ്ങാൻ നിൽക്കുകയാണ്. അവിൽ നനച്ചതും പിന്നെ പായസമായിരുന്നു പ്രസാദമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ള ക്യൂ ആണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ക്യൂവിൽ നിന്ന് നമ്മൾ അവിൽ നനച്ചതും പായസവും വാങ്ങി ഞങ്ങളിങ്ങനെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടി നോക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ് ഗൈസ്. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ടൗണിലേക്ക് നടക്കുകയാണ്. അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് പോകാമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പോൾ അച്ഛൻ ടൗണിലുണ്ട്. അപ്പോൾ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ അച്ഛൻ്റെ ഫ്രണ്ട് വീട്ടിലേക്കാക്കി. അങ്ങനെ നല്ല അടിപൊളി പരിപാടിയായിരുന്നു. അങ്ങനെ നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി അടിപൊളിയായി കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് രാവിലെ വന്നതാണ്. അപ്പം ചെറിയ വ്ളോഗൊക്കെ എടുത്ത് നിങ്ങളെ നമ്മുടെ ഇവിടുത്തെ ശ്രീകൃഷ്ണ ജയന്തി എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം. ഇനി അടുത്ത വ്ളോഗുമായി വരുന്നവരെ ബൈ.